എന്റെ സ്വഭാവം മോശം തന്നെ. കുഞ്ഞാണ് എന്റെ മരുമോളെ ഫോണില് ഇങ്ങനെ ഇട്ട് നമ്മളെ ജീവിതത്തില് ഇത് കേൾക്കണത് ചാനലിലൊക്കെ ഈ ന്യൂസിലൊക്കെ പല സ്ഥലത്ത് നടക്കണേ നമ്മൾ കണ്ടിട്ടുള്ളു. ഇന്നലെ നമ്മള് രാത്രിയാണ് സംഭവം അറിയണത് സുനില മരിച്ചു കിടക്കണം. ആളൊഴിഞ്ഞ വീട്ടിൽ ആൺ സുഹൃത്തായ കാമുകന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിക്കേണ്ടി വന്ന ഒരു കാമുകി. അവൾക്കൊരു ഭർത്താവുണ്ട്, ഒരു കുഞ്ഞുമുണ്ട്. ഈ വീട്ടിൽ നിന്നാണ് സുനില അയൽവാസിയായ പെൺകുട്ടിക്കൊപ്പം ആശുപത്രിയിലേക്ക് ചെക്കപ്പിനെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത്. ഒടുവിൽ കാമുകനായ ആൺ സുഹൃത്തിൻ്റെ കൈകൊണ്ട് മരണപ്പെടേണ്ടി വന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഈ കോലുകൊണ്ട് മരണം എന്ന് അവസാനം പറയുന്ന പോലെ. പൊന്നുപോലെ നോക്കിയിരുന്ന ഒരു ഭർത്താവ് ഒടുവിൽ ഒരു രഹസ്യ കാമുകൻ. ഏറ്റവും അവസാനം അവൾക്ക് ആ കാമുകന്റെ കൈകൊണ്ട് മരിക്കേണ്ടിയും വന്നു. ഇതൊക്കെ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അതിന് ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ്. എന്തായാലും ആ പ്രതി ഇപ്പോൾ വിതുര പോലീസ് കസ്റ്റഡിയിലാണ്. ഇതിന്റെ മറ്റ് നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. സുനില, ഇവിടെ അവർ ശരിക്കും പ്രണയഭാവത്തിലായിരുന്നോ? ചേച്ചിയുടെ ആരാ അത്? എന്റെ മരുമോനാണ് കൊണ്ടുവന്നത്. എന്റെ മദിനിയുടെ മോൻ കൊണ്ടുവന്നതാണ്. പെങ്കുച്ച സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ സ്വഭാവം മോശം തന്നെ. പയ്യൻ നല്ല പയ്യൻ തന്നെ. അവൻ പറയണെന്ന് അവള് കേൾക്കൊന്നുമില്ല. അമ്മാവിരുടെയും പണക്കമാണ്, മിണ്ടൊന്നുമില്ല. മോൻ കുഴപ്പമില്ല. ഇവള് പോയി അവിടെ പോയി വേവിക്കുകയും പറക്കുകയും ഒന്നും ചെയ്യില്ല. അവര് കൊടുക്കുന്ന ആഹാരം കഴിക്കില്ല. അങ്ങനെയൊക്കെയാണ് അവര് ജീവിച്ചു പോയത്. എപ്പോഴും വണ്ടിയിൽ എപ്പോഴും ഒരു ആട്ട വാങ്ങിച്ച് അവളെ അമ്മ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അവക്ക് വേണ്ടി. അപ്പൊ മൂത്തവളെ കല്യാണം കഴിച്ച് വിട്ടുകൊണ്ട് അവക്ക് ഉരുപ്പടി എത്ര ഇട്ട് കൊടുത്ത്. അപ്പൊ ഇവക്ക് ഒന്നും കൊടുത്തില്ലെന്നും പറഞ്ഞു ഒരു ആട്ട വാങ്ങിച്ചു കൊടുത്ത് ജീവിക്കാൻ വേണ്ടി. ഈ അച്ചുമായിട്ട് അച്ഛൻ്റെ കാര്യം നമുക്ക് അറിഞ്ഞൂടാ സാറേ. എനിക്ക് ഇപ്പണ ഈ ഇങ്ങനെ പോയ ശേഷമാണ് ഇങ്ങനെയൊക്കെ പറയണം. നമുക്ക് അറിഞ്ഞൂടാ, അതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ. അതിന്റെ ഒരു കൊച്ചാണ് ഇപ്പൊരു വയറിഞ്ഞ് പോയി ഒരു കൊച്ച്. അതിനൊരു ഓപ്പറേഷനൊക്കെ ഇപ്പം കഴിഞ്ഞു. ഇപ്പോഴേ ഒരു മാസം കഴിഞ്ഞുള്ളൂ. ഒരു മാസം 1.5 മാസമൊക്കെ ആവുള്ളൂ. പ്രസവം കഴിഞ്ഞിട്ടോ? അത് കൊച്ച് ഒരു സൈഡിൽ ജനിച്ച് അപ്പൊ ഈ പ്രസവിക്കുമ്പോ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് കിട്ടൂലെന്ന് പറഞ്ഞ് അതുകൊണ്ട് വയറഴിഞ്ഞ് അങ്ങനെ ഓപ്പറേഷൻ ഒക്കെ ചെയ്തു. അതിന് ചെക്കപ്പിലാണ് ഇന്നാള് പോയത് ഈ രാവിലെ. അപ്പോഴ് അവളെ അവളെ ഭർത്താവ് അങ്ങ് ആട്ടയിൽ പോയിട്ട് വരാന്ന് പറഞ്ഞപ്പോഴ് ഇപ്പൊ അവള് പറഞ്ഞെന്ന് ചേട്ടൻ വരണ്ട, ഞങ്ങള് ബസ്സിൽ പോയിട്ട് വരാന്ന്. അപ്പൊ മേളത്തെ ഒരു കൊച്ചു വിളിച്ചോണ്ടാണ് പോയത്. അപ്പൊ അവിടെ ചെന്നിട്ടാണ് ഇങ്ങനെ അവളും കാണുന്നത്. ഇങ്ങനെയൊക്കെ ബസ്സിൽ പോയ അവനും ഉണ്ടായിരുന്നത്. പോയി വരെയും എല്ലാം പോയി വന്ന വഴിയാണ് ഇങ്ങനെയൊക്കെ ആയത്. അപ്പൊ മറ്റേ കൊച്ചോ? കൂടെ പോയ കൊച്ചിനെ ആട്ടയിലില്ല, അവിടെ അങ്ങോട്ട് തിരിയണില്ലല്ലോ. അവിടെ വരുമ്പോഴും അങ്ങോട്ട് തിരിയുന്ന ഭാഗത്ത് വന്നിട്ട് അവര് രണ്ടുപേരും നടന്ന് അവിടെ നിന്ന് ഇറങ്ങി നടന്നു പോയി. ഇവിടെ ഈ കൂടെ പോയ കൊച്ചിനെ ഇങ്ങോട്ട് ആട്ടയിൽ പറഞ്ഞു വിട്ടു. കുഞ്ഞ് അവസാനം ചെയ്ത് പോയി. അതിന്റെ ഓപ്പറേഷൻ ചെയ്ത് എത്ര ദിവസം ആശുപത്രി കിടന്നിരുന്നു. അപ്പൊ അതിന്റെ ചെക്കപ്പിനാണ് പോയത്. തൈലിളക്കാനാ ഇതിനാണ് പോയെന്നാണ് ഇവിടെ പറഞ്ഞു കേൾക്കണത്. ഓ ശരി. ആ കുഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത കുഞ്ഞ് ഇവന്റെ ഈ പിന്നെ അച്ചുവിന്റെ കുഞ്ഞാണെന്നാണ് എന്റെ മരുമോളെ ഫോണില് ഇങ്ങനെ ഇട്ട്. അപ്പൊ ഇന്നലെ മെനിങ്ങന്ന് ഇങ്ങനെ മരിച്ചെന്നൊക്കെ കൊന്നെന്നൊക്കെ പറഞ്ഞ് കേക്കണ്. ഇന്നലെ നമ്മള് രാത്രിയാണ് സംഭവം അറിയണത് സുനില മരിച്ചു കിടക്കണം എന്നൊക്കെ. ഈ ഭർത്താവുമായിട്ട് നല്ല അടുപ്പത്തിലാണോ? നല്ല അടുപ്പത്തിൽ തന്നെ. ഒരു കുഴപ്പം ഇവിടെ വഴക്കോ അടിയോ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. നല്ലപോലെ തന്നെ നോക്കണം കൊണ്ടുവന്നിട്ട്. ഈ സംഭവം നടന്ന സ്ഥലത്തെ അയൽവാസികൾക്ക് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ശരിക്കും ഇതൊരു ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണ്, പണ്ടേ ഉള്ള വഴിയാണ്. ഇത് ആരുടെ വീടാ? ഇത് ഒരു ചേട്ടന്റെ വീടാണ്. പയ്യനെന്ന് വെച്ചാ ഇതുവരെയൊക്കെ നമ്മള് കുഞ്ഞിലെ തൊട്ട് കാണുന്ന എന്ന് വെച്ചാൽ നമ്മളൊരു മാമന്റെ മോനാണ്. മക്കളാണ് അവര് 2 ആൺപിള്ളേരാണ് ഉള്ളത്. എന്ന് വെച്ചാൽ 2 പിള്ളേര് നല്ല സ്വഭാവമുള്ള പിള്ളേരാണ്. വെള്ളോടിയോ അങ്ങനെ ഒന്നുമില്ല. വേറെ ഒരു ഇതുമില്ല. എന്ന് വെച്ചാൽ പാവപ്പെട്ട ചെറുക്കനാണ്. എന്ന് വെച്ചാൽ വേറെ അവന് ബാങ്കിൽ ജോലിയുണ്ട്. അവന് പിന്നെ ശേഷിക്കാരനെന്ന് വെച്ചാൽ സംസാരിക്കണത് നല്ല ഇതായിട്ട് വരൂല. ഇതൊക്കെ എന്ന് വെച്ചാൽ ഉണ്ണാക്കില്ല. ആരും കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങള് രാത്രി 2 മണിക്കാണ് ചേട്ടനും ഞാനും കൂടെ വെട്ടാൻ പറഞ്ഞത്. ഇവിടെ നമ്മളെ കുട്ടികളെ നോക്കണ്ടേ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തൊഴിലുറപ്പിനൊക്കെ പോണത്. പക്ഷെ ഈ വഴിയാണ് പോണത്. പക്ഷെ അന്നത്തെ ഇത് അറിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു കിടുങ്ങലും പേടിയായി പോയി. എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തില് ഇത് കേൾക്കണത് ചാനലിലൊക്കെ ഈ ന്യൂസിലൊക്കെ പല സ്ഥലത്ത് നടക്കണേ നമ്മൾ കണ്ടിട്ടുള്ളു. പിന്നെ അല്ലാതെ പക്ഷെ ഇത് നടന്നപ്പോഴേ എല്ലാവർക്കും എന്തോ ഒരു വിഷമം പോലെ. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഈ കുട്ടി നമ്മളടുത്ത് പെരുമാറണത്. ഈ സംഭവം നടന്ന ഈ ആളൊഴിഞ്ഞ വീടിനടുത്ത് താമസിക്കുന്ന ഒരു ചേട്ടനാണ്. ചേട്ടൻ ബോഡി കണ്ടായിരുന്നോ?
കണ്ടില്ല. എന്ന് പറഞ്ഞ ഈ മരിച്ചു കിടക്കുന്ന പോലീസ് പറഞ്ഞ് എവിടെയാണ് കിടക്കണെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ 8 മണിയായപ്പം 8 മണിയായി. നമ്മൾ 4 പേരും കൂടെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അപ്പുറത്തെ മുറിയിലായിരുന്നു. ഈ മുറിക്കകത്തോ? ഈ മുറി ഇവിടെ ഈ സൈഡ്. ഓ അത് ശരി. എവിടെ? ഈ വിഭാഗത്തോ? ഇവിടെ ഇങ്ങനെ ഇരുന്ന് കിടക്കണം റെഡിക്ക്. ഇങ്ങനെ ഇവിടെ നീളത്തിൽ കിടക്കുവായിരുന്നല്ലേ? ആ കിടന്ന സ്ഥലം നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ കാമുകനുമൊത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാൻ എത്തിയതാണെന്നാണ് ആ കാമുകൻ പോലീസിന് കൊടുത്ത മൊഴി. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ മരിക്കാൻ തീരുമാനിച്ച 2 പേരിൽ ഒരാൾ ഇന്ന് ഭൂമിയിലില്ല. മറ്റൊരുത്തൻ, അവളുടെ ആൺ സുഹൃത്തായ കാമുകൻ, ഇന്ന് കൊലക്കേസിലെ പ്രതിയുമാണ്. അവൾക്കൊരു ഭർത്താവും ഒരു കുഞ്ഞുമുണ്ട്. എന്നിട്ടും ഈ കാമുകനൊപ്പം ഈ ആളൊഴിഞ്ഞ വീട്ടിൽ ഇവിടെ വന്നത് എന്തിനായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വെറുതെ ടൂറിനൊന്നും ഈ വീട്ടിൽ വരില്ലല്ലോ. എന്തായാലും അവർ 2 പേരും മരിക്കാൻ തീരുമാനിച്ചെത്തിയെന്നാണ് ഇപ്പോൾ പോലീസിൽ അവൻ കൊടുത്ത മൊഴി. എങ്കിൽ എന്തിന് അവൻ മരിക്കണം? ഈ ഭർത്താവുമായി അവൾ പ്രണയബന്ധത്തിലായിരുന്നു. അതിനുശേഷമാണ് അവർ വിവാഹം കഴിക്കുന്നതും അതിൽ ഒരു കുഞ്ഞുണ്ടാവുന്നതും. ഇപ്പോൾ അതിനുശേഷം ഈ കാമുകനുമായി അല്ലെങ്കിൽ ഇപ്പോൾ അവളുടെ കൊലയാളിയുമായി അടുപ്പത്തിലായി അതിൽ അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഈ വീട്ടിൽ ഇതിനുള്ളിലാണ് ആ കൊലപാതകം നടന്നത്. ഇനി നമുക്ക് ഈ വീടിനുള്ളിലെ കാഴ്ചകൾ കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതും ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഈ വീട്. ഇവിടെ പറയാതിരിക്കാൻ വയ്യ. ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കത്തില്ല. ഇവിടെ അയൽവാസികളില്ല, ആരുമില്ല, ആരും തിരിഞ്ഞു നോക്കാത്ത ഒരിടം. ഇത് തന്നെ അവർ തിരഞ്ഞെടുത്തെങ്കിൽ, അവരുടെ ബന്ധു പറഞ്ഞത് ശരിയാണെങ്കിൽ, ആശുപത്രിയിൽ ചെക്കപ്പിന് പോയിട്ട് കൂട്ടുകാരിക്കൊപ്പം മടങ്ങിയെത്തി അതിനുശേഷം കൂട്ടുകാരിയെ ഒരു വഴിക്ക് പറഞ്ഞു വിടുകയും മറുവഴിയിലൂടെ ഇവിടേക്ക് വന്നത് അത് മരണത്തിലേക്കുള്ള യാത്രയായിരുന്നുവെന്ന് പറയാതിരിക്കാൻ വയ്യ.